എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ വിഷയം ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്നാണ്. ഞങ്ങളിവിടെ വിളിച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഫ്രീഡം ഓഫ് സ്പീച്ചും കൂടി വേണ്ടി വരും അല്ലേ? ഞങ്ങളുടെ ഭരണഘടന നമ്മൾ പറയുന്നത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് രണ്ടും കൂടിയിട്ടുള്ള ഒരു സംഗതിയാണ്. എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ പലതരം ആവിഷ്കാരങ്ങളാണ്. ആ ആവിഷ്കാരങ്ങളിൽ കടന്നു വരാത്തത് എന്താണ് എന്നാണ് ഇന്നിപ്പോൾ ആലോചിക്കേണ്ടത്. കാരണം ഡിജിറ്റൽ യുഗമാണ്, സോഷ്യൽ മീഡിയ തൊട്ട് എല്ലാ സംഗതികളും നമ്മുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനിൽ വരുന്നു, സ്പീച്ചിലും വരുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഡിബേറ്റ്സ് നടക്കുന്ന സമയത്ത് ഏകദേശം എല്ലാവരും ഒരേ ഒപ്പീനിയനിൽ നിന്നതാണ് ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നുള്ളത്. പക്ഷെ അതിൻ്റെ മുകളിൽ റെസ്ട്രിക്ഷൻസ് വെച്ചപ്പോൾ ഒത്തിരി ആളുകൾ അതിൻ്റെ മുകളിൽ പ്രശ്നങ്ങളായിട്ട് സംസാരിക്കാൻ തുടങ്ങി. കാരണം നമ്മുടെ ഗവൺമെൻറ്റില്ലേ, അപ്പോൾ പിന്നെ ഇനിയും ഒരു ബ്രിട്ടീഷ് സ്റ്റൈലിൽ തന്നെ ഇത് വേണോ, റെസ്ട്രിക്ഷൻസ് വേണോ എന്നുള്ളതാണ്. പക്ഷെ ആബ്സല്യൂട്ടായിട്ടുള്ളൊരു ഫ്രീഡമോ അല്ലെങ്കിൽ ആബ്സല്യൂട്ടായിട്ടുള്ളൊരു എക്സ്പ്രഷൻ ഓഫ് സ്പീച്ചിനുള്ള ഫ്രീഡം ഒരു രാജ്യം എവിടെയും കൊടുക്കുന്നില്ല എന്ന ചർച്ചയും, പിന്നെ നമ്മളുടെ ഗവൺമെൻറ് ആണെങ്കിൽ പോലും, ബ്രിട്ടീഷ് ഗവൺമെൻറ് അല്ല, നമ്മുടെ ഗവൺമെൻറ് ആണെങ്കിൽ പോലും പൊതുജനങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യരെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള എക്സ്പ്രഷനും സ്പീച്ചും പാടില്ല. ഡീഫെയിം ചെയ്യുന്നത്, അതായത് നമ്മൾ പറയില്ലേ, അപകീർത്തിപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ടാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ടും, പിന്നെ ഒരു യുദ്ധത്തിന് ഹെയ്റ്റ് സ്പീച്ച് തുടങ്ങിയ സംഗതികൾ, യുദ്ധത്തിനൊക്കെ ആഹ്വാനം ചെയ്യുന്ന, രാജ്യത്തിനെതിരെ ആഹ്വാനം ചെയ്യുന്ന സംഗതികൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ നിർബന്ധമായും ഒരു ലിമിറ്റേഷൻ ആവശ്യമുണ്ട് എന്ന് വിചാരിച്ച് തന്നെയാണ് കൃത്യമായി ഫ്രീഡം എന്ന് പറയുമ്പോൾ ഒരു ആബ്സല്യൂട്ട് ഫ്രീഡം ഇല്ല നമുക്ക്. അപ്പോൾ അത് തീർച്ചയായും നമ്മുടെ നാട്ടിലെ നിയമം എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് പോലെയുള്ള എല്ലാ റെസ്ട്രിക്ഷൻസും പാലിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ചെയ്യാൻ സാധിക്കൂ എന്നാണ് പറയണത്. അപ്പോൾ ഇതിലെന്തെല്ലാം ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനിൽ വരും? സ്പീച്ചിലേക്ക് ഏറെ നമ്മളിവിടെ എക്സ്പ്രഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം, ആദ്യം തന്നെ നമ്മൾ ചർച്ച ചെയ്യുക ഫ്രീഡം ഓഫ് പ്രസ് എന്ന സംഗതിയാണ്. നമ്മുടെ പത്ര സ്വാതന്ത്ര്യം നമ്മൾ വലിയ വായിൽ പറയുന്നൊരു വാക്കാണ്. പത്ര സ്വാതന്ത്ര്യം ഭരണഘടന നമുക്ക് നൽകിയിട്ടുള്ള ഒരു വലിയ അവകാശമാണ്. പക്ഷേ ഭരണഘടനയുടെ അകത്ത് എവിടെയും പത്രസ്വാതന്ത്ര്യം എന്ന വാക്കില്ല. പകരം അത് എക്സ്പ്ലനേഷനിലൂടെയും മറ്റും നമ്മൾ മനസ്സിലാക്കിയും നേടിയെടുക്കുന്നതാണ്. അപ്പം ഫ്രീഡം ഓഫ് എക്സ്പ്രഷനിൽ പത്രസ്വാതന്ത്ര്യം കടന്നു വരുമ്പോൾ തന്നെ അതിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ എതിർക്കുന്ന ഒരു പോയിന്റും കൂടിയുണ്ട്. അത് ഈ കോടതികളാണ് അധികവും അതിൽ കയറി ഇടപെടാറുള്ളത്. കാരണം പത്രം കോടതിയെ ജഡ്ജ്മെൻറ്റുകളെയോ കോടതിയെയോ ഒക്കെ ചിലപ്പോൾ വിമർശിക്കുന്ന സമയം വരുമ്പോൾ ഈ ഫ്രീഡം നൽകുന്നത് വഴി ചിലപ്പോൾ പത്രക്കാർ ചെയ്യുന്നൊരു മാധ്യമ വിചാരണയാണ്, ട്രയൽ ബൈ പ്രസ്സാണ് എന്ന് പറഞ്ഞിട്ടുള്ള ധാരാളം കേസുകൾ ഇന്ത്യയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് മുഴുവൻ തന്നെ ട്രയൽ ബൈ പ്രസ് ഒരിക്കലും അനുവദനീയമല്ല, അങ്ങനെ ഒരിക്കലും ചെയ്യരുത് എന്ന രീതിയിലുള്ള പല ചർച്ചകളും വന്നിട്ടുണ്ട്. പിന്നെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഇവോക്ക് ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതായത് കോടതി അലക്ഷ്യമാണ് നിങ്ങൾ നടത്തുന്നത്, കോടതിയെ ഡീഫെയിം ചെയ്യാണ്, അതുകൊണ്ട് ഈ പത്രങ്ങളും മറ്റും വഴി ഉള്ള ആശയ പ്രകടനം, ആവിഷ്കാര സ്വാതന്ത്ര്യം പലപ്പോഴും പരിധി വിട്ടു പോകുന്നു എന്ന് പറഞ്ഞ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എപ്പോഴും തടസ്സമായി നിൽക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ പല കാര്യങ്ങൾ അങ്ങനെ നമ്മളുടെ നാട്ടിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള കുറേ ഏറെ നിയമങ്ങൾ നമ്മുടെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കൃത്യമായി തന്നെ തടസ്സം നിർത്തുന്നതായിട്ട് കാണാം. നമുക്കറിയാവുന്ന കാര്യമാണ്, സിനിമയും അതുപോലെ തന്നെ പുസ്തകങ്ങളും കവിതകളും, പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ കവിതയുടെ അല്ലെങ്കിൽ എഴുത്തിൻ്റെ, സാഹിത്യത്തിൻ്റെ എല്ലാ ആവിഷ്കാരങ്ങളും, കലയുടെ എല്ലാ ആവിഷ്കാരങ്ങളും എല്ലാം തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുന്നതാണ്. വളരെയധികം ഇൻക്ലൂസീവ്നെസ് ഉണ്ട് അതിനകത്ത്. അത് ഒരു നൃത്തം ചെയ്യുമ്പോഴാണെങ്കിലും, അത് ഒരു ചിത്രം വരയ്ക്കുമ്പോഴാണെങ്കിലും നമുക്ക് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, ഇപ്പം ഒരു സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ എഴുതുന്ന സ്ലോഗൻസ് പോലും ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി കണക്കാക്കാമെന്നും, അതല്ല അത് ഒരു ഗവൺമെൻറ്റിനെ ചലഞ്ച് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാക്കുകളാണ്, അപകീർത്തിപരമാണ് എന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ
രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി വരുന്നത് ഒഴിച്ച് ഒരുവിധം എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഒരു പത്ര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറയാം, സോഷ്യൽ മീഡിയ അടക്കമുള്ള സംഗതികളിൽ. അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങൾ നടന്നു. വിധികൾ വന്നു, നിയമനിർമ്മാണം നടത്തി. അത് രണ്ട് രീതിയിൽ നമുക്ക് നോക്കിക്കാണാം. ഇപ്പം പ്രത്യേകിച്ച് ഞാനൊരു സമകാലീനല്ലെങ്കിലും ഒരു വിഷയത്തിലേക്ക് എന്നെ സംബന്ധിച്ചുള്ള സമകാലീനാണ് കേസ് കഴിയാത്തിടത്തോളം. നമ്മളുടെ ഭാഗ്യലക്ഷ്മി ചെയ്തിട്ടുള്ള ഒരു പ്രതികരണം. അപ്പോൾ ഒരാളുടെ ഫ്രീഡമാണത്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മുകളിലാണ് ഭാഗ്യലക്ഷ്മി അറ്റാക്ക് ചെയ്തത് എന്ന രീതിയിൽ ഒരു വലിയ ചർച്ച വരികയും ഭാഗ്യലക്ഷ്മിക്കെതിരെ കേസെടുക്കുകയും അയാൾ അശ്ലീലമായി ഉപയോഗിച്ചു അല്ലെങ്കിൽ അപകീർത്തിപരമായി പറഞ്ഞു എന്ന് അയാൾക്കെതിരെ കേസും കൗണ്ടർ കേസും ഒക്കെ ആയിട്ട് ഈ സംഗതി മുന്നോട്ട് പോയത്. ആ സമയത്ത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യും. അതിൻ്റെ ചുവട് പിടിച്ചിട്ട് നമ്മുടെ കേരള പോലീസ് ആക്ട് സർക്കാർ അമെൻഡ് ചെയ്യുകയും എന്നിട്ട് അതിനകത്തേക്ക് ഈ ഇത്തരം കാര്യങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു നിയമം കൊണ്ടുവരാൻ നോക്കിയെങ്കിലും അത് പിന്നീട് പിൻവലിക്കേണ്ടി വന്നു. കാരണം സംഭവം ശരിയാണ്, സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് സൈബർ ബുള്ളിയിങ്ങും അതുപോലെ തന്നെ ഡിഫാമേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ പിടിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു വലിയൊരു പ്രശ്നമുണ്ട്. നമ്മളുടെ IT ആക്ട് 2000 ഉണ്ടാക്കിയ IT ആക്ട് 20 കൊല്ലം കഴിഞ്ഞിട്ടും കാര്യമായ പുരോഗതിയൊന്നും വന്നിട്ടില്ല. ആക്ച്വലി IT ആക്ട് ഉണ്ടാക്കിയത് കോമേഴ്സിനും ട്രേഡിനും വേണ്ടി മാത്രമാണ്. അല്ലാണ്ട് നമ്മുടെ നേരെയുള്ള അതിക്രമങ്ങളെ ചെറുക്കാനോ നമ്മുടെ സ്വാതന്ത്ര്യങ്ങളെ ഉറപ്പുവരുത്താനോ ഒന്നുമല്ല. അത് എൻ്റെ ഉദ്ദേശ ലക്ഷ്യം, ഒരു ആക്ട് എഴുതി ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തിൽ കൃത്യമായി പറയുന്ന സംഗതിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്ടിന് അതിൻ്റെതായ പരിമിതികളുണ്ട്. പക്ഷെ എന്നിരുന്നാലും അതിനുശേഷം വന്നിട്ടുള്ള ഇപ്പോൾ ഡിജിറ്റലായിട്ടുള്ള നമ്മുടെ നേരെയുള്ള അതിക്രമങ്ങളെ നേരിടാൻ സാധിക്കുമെന്ന് പിന്നീട് നമ്മുടെ IPC ഒക്കെ അതിനെ തുടർന്ന് അമെൻഡ് ചെയ്ത കാരണം കൊണ്ട് കുറേയൊക്കെ നമ്മൾ അത് തന്നെയാണ് ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് നമുക്ക് ആവശ്യമുണ്ട്. കാരണം പലരും ഇപ്പോൾ നമ്മളുടെ കയ്യിൽ പണ്ട് ഒരു ഡിഫാമേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് ഒരാൾക്കെതിരെ നേരെ പറയണമെങ്കിൽ അത് ഒരുപാട് ആൾക്കാർ കേൾക്കണമെങ്കിൽ നമ്മൾ പോസ്റ്റർ എഴുതി കൊണ്ടുപോയി ഒട്ടിക്കണം, അല്ലെങ്കിൽ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യണം. ഞങ്ങളുടെ കോടതിയിൽ ഇപ്പോഴും നോട്ടീസ് അടിച്ച് വിതരണം ചെയ്തു എന്നും പോസ്റ്റർ ഒട്ടിച്ചു എന്നുള്ള കേസുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എനിക്ക് ചിലപ്പോൾ തോന്നും ഇവരൊക്കെ ഒരു നോട്ടീസോ അല്ലെങ്കിൽ 10 നോട്ടീസോ കേസിന് വേണ്ടിയിട്ട് ഇവർ തന്നെ അടിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇവർ വേണമെങ്കിൽ പോസ്റ്റർ ഇവർ തന്നെ പോയി ഒട്ടിച്ചിട്ടുണ്ടാവാമെന്ന്. അതായത് വാദി തന്നെ. കാരണം അവരുടെ ഇടയിൽ മറ്റു പല കേസുകൾ നിലനിൽക്കുന്ന സമയത്താണ് ഇവരിങ്ങനെ പറയുന്നത്. ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നും ഇല്ലല്ലോ, ഇന്ന് ആരാ നോട്ടീസ് അടിക്കാൻ നടക്കുന്നതും പോസ്റ്റർ ഒട്ടിക്കാൻ നടക്കുന്നതും നമ്മൾ ആലോചിച്ച് നോക്കും. പക്ഷെ അങ്ങനെ ഉണ്ട് ചുവരെഴുത്തുകളൊക്കെ. അതായിരുന്നു ഒരു കാലത്ത് നമ്മുടെ പബ്ലിക് പോസ്റ്റിംഗ്. ഒരാൾക്കെതിരെ എന്ന് മാത്രമല്ല, നമ്മുടെ ഏത് ആവിഷ്കാരവും ഏത് സ്ലോഗൻസും നമ്മൾ പറയണമെങ്കിൽ നമുക്ക് പബ്ലിക് പോസ്റ്റ് എന്ന് പറഞ്ഞ സംഗതി മതിലുകളും മറ്റു സ്ഥലങ്ങളും മാത്രമായിരുന്നു. ഇന്ന് നമുക്കതല്ല, നമുക്ക് കൃത്യമായി തന്നെ സോഷ്യൽ മീഡിയയുടെ പബ്ലിക് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഫേസ്ബുക്ക് തൊട്ട് ട്വിറ്റർ തൊട്ട് ഇൻസ്റ്റ തൊട്ടുള്ള നമുക്ക് ഒരുപാട് വേദികളുണ്ട്. ഒപ്പം തന്നെ മറ്റു ആപ്പുകളുണ്ട്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ യൂട്യൂബ് എന്ന് പറഞ്ഞൊരു സംഗതി ഓരോരുത്തരുടെയും ഒരു ചാനലായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതും വലിയൊരു സാധ്യതയാണ്. അപ്പോൾ ആവിഷ്കാരത്തിന് വലിയ സാധ്യത തുറന്നു തന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപക്ഷെ എൻ്റെയൊക്കെ ചെറുപ്പത്തിലൊന്നും നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തത്രയും, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഇപ്പോൾ ആക്ടിവിസത്തിൽ ഇപ്പോൾ ഞാനും കുക്കുമൊക്കെ ആണെങ്കിൽ 4 പേര് മുന്നിലിരിക്കുന്നുണ്ടാവും. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നിന്നിട്ട് പ്രസംഗം നടത്തുമ്പോൾ ആ 4 പേര് നമ്മൾ വിളിച്ച 4 പേര് തന്നെ ആയിരിക്കും. പിന്നെ ഇങ്ങനെ ഒഴുകുന്ന ജനത്തിനെ നോക്കിയിട്ടാണ് നമ്മൾ ഘോരം കാര്യങ്ങൾ സംസാരിക്കുക. പക്ഷേ ഇന്നിപ്പോൾ ഞാനിവിടെ നിന്ന് സംസാരിക്കുമ്പോൾ മുന്നിൽ എത്ര പേരുണ്ട് എന്നുള്ളതല്ല, അതിപ്പം യൂട്യൂബിലൂടെ വരുമ്പോൾ എത്രയോ ആളുകളിലേക്ക് അത് എത്തുമെന്നൊരു സന്തോഷവും പ്രതീക്ഷയും നമുക്കുണ്ട് എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പോൾ ലോകത്തിലെ ഒരു വാക്ക് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത്, അതായത് എവിടെയെങ്കിലും ഒരു വേർഡ് വന്നിട്ടുണ്ടെങ്കിൽ ആ വേർഡ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത് നമ്മളുടെ ഒരു ചെറിയ പരിസരത്തല്ല എന്നും അതിന് വലിയൊരു മാനം കൈവരിക്കുമെന്നും അത് പല ആളുകളുടെ പല ജീവിതങ്ങളിലേക്ക് പോലും എത്തിച്ചെല്ലുമെന്നും ചിലർക്കൊക്കെ പ്രതീക്ഷയും ചിലർക്കൊക്കെ സന്തോഷവും നൽകുന്ന കാര്യമാണെന്നറിയാം. എന്നാൽ അതിൻ്റെ അപ്പുറത്തും ഈ സംഗതികളെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം രീതിയിൽ ആവിഷ്കാരങ്ങൾ ചെയ്യുന്ന ആളുകളെ പിടിക്കാനും ധാരാളം വകുപ്പുകളുണ്ടെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സെൻസർഷിപ്പും തുടങ്ങിയ സംഗതികളൊക്കെ സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. അപ്പം ഭരണകൂടവും ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും തമ്മിലല്ലേ യഥാർത്ഥത്തിൽ ഒരു ഫൈറ്റ് എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതി എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ സമയമായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഇനിയും എനിക്ക് അവസരം നൽകുമെന്നതിനാലും
എൻ്റെ സുഹൃത്ത്, എൻ്റെ ഒപ്പം പ്രവർത്തിക്കുന്ന ആള്, എല്ലാ മേഖലകളിലും ഒരുമിച്ച് ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരാൾ, ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരുമിച്ചുള്ള ആൾ. എന്നാൽ ചില കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള എന്താ പറയുക വ്യത്യസ്തങ്ങളായ ഐഡൻറ്റിറ്റി വ്യക്തിത്വങ്ങളായിട്ടുള്ള മനുഷ്യർ. അപ്പോൾ കുക്കുവിനെ കേൾക്കാനും എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ കുക്കുവിന് കൈമാറുന്നു. എല്ലാവർക്കും സ്നേഹ നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഉഷ ചേച്ചി ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ഉഷ ചേച്ചി ഇല്ല. ആശ, എൻ്റെ സുഹൃത്തുക്കളാണ് രണ്ടുപേരും. ആശ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. പിന്നെ നമ്മൾ ജനാധിപത്യ രാഷ്ട്രത്തിലാണല്ലോ ജീവിക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ജീവരക്തമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം. അതിനെ കോട്ടം തട്ടിന്ന് കൃത്യമായിട്ട് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ കുറച്ചിങ്ങനെ നെറ്റിലൊക്കെ കയറി സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലാക്കുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ പോലും അത് മനസ്സിലാക്കിയ ഒരാൾ ട്വിറ്ററിൻ്റെ സിഇഒ, മുൻ സിഇഒയായ ജോർസിയാണ്. അത് ഇന്ത്യൻ സാഹചര്യത്തിൽ ഏറ്റവും മോശമായിട്ടാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞാലും, നമ്മൾ എത്ര കൈകാലിട്ടടിച്ചാലും നമ്മുടെ ഭരണകൂടം നമ്മളെ പിന്നെയും അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. കാരണം കർഷക സമരമായിട്ട് ബന്ധപ്പെട്ടിട്ട് ട്വിറ്ററിൽ വന്നിട്ടുള്ള പല ട്വീറ്റുകളും മാറ്റണമെന്ന് കഴിഞ്ഞ തവണത്തെ കർഷക സമരം തൊട്ട് സർക്കാർ പറയുന്നുണ്ട്. ഇപ്പം ഈ ഇടയ്ക്ക് എനിക്കൊരു നോട്ടീസ് വന്നു. ഫേസ്ബുക്ക് കർഷക സമരത്തിൻ്റെ ഒരു നല്ല ഭംഗിയായിട്ടുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്തതിന് എന്നോട് പറഞ്ഞത്, ഇത് നിങ്ങൾ ഫ്രോഡുലൻറ്റ് മാനറിലാണ് ഇത് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് അത് കൃത്യമല്ല, ഇത് ഞങ്ങളുടെ എല്ലാ നോംസിനും എതിരാണ്, നിങ്ങൾക്കെതിരെ ഞങ്ങൾ നോട്ടീസ് അയക്കുന്നു എന്ന് പറഞ്ഞ് കർഷക സമരത്തിൻ്റെ ഒരു വീഡിയോ, നല്ല അവിടെ മനുഷ്യർ, ഇത്രയും കൂട്ടം മനുഷ്യർ പശുക്കളെ ഗോമാതാക്കളായിട്ട് വന്നിട്ടാണ് സമരം ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇതിനെതിരെ എനിക്കൊരു നോട്ടീസ് വന്നു. അപ്പം ഇതിനൊക്കെ കൃത്യമായിട്ട് നോട്ടീസ് അയക്കുകയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ കാണുന്നുണ്ട് പല സൈബർ ഇടങ്ങളിലും സ്ത്രീകളെ വളരെ മോശമായിട്ട് ആക്രമിക്കുന്നത്, ബുള്ളിയിങ് നടത്തുന്നത്. അവരൊരു അഭിപ്രായം പറഞ്ഞു എന്ന് കരുതിയാൽ അവരെ ആക്രമിക്കുക എന്നുള്ളത്, അത് ചെറിയ ആക്രമണമൊന്നുമല്ല, കടന്നാക്രമിക്കുക. ആ കടന്നാക്രമണത്തിന് ഞാൻ തന്നെ പല സ്ഥലത്ത് സൈബർ കേസുകൾ, എൻ്റെ കക്ഷികളുടെ കേസുകൾ, സ്വന്തമായിട്ടുള്ള സൈബർ പ്രശ്നങ്ങളിലെ കേസുകളൊക്കെ കൊടുത്തിട്ട് അതിലവർ പറയുന്നത് ഞങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റുന്നില്ല, വകുപ്പില്ല, അല്ലെങ്കിൽ ഈ IP അഡ്രസ്സ് അന്വേഷിച്ച് പോകുമ്പോൾ അത് പുറത്തുള്ള അവരുടെ ചിലപ്പോൾ അമേരിക്കൻ ആയിരിക്കാം നമ്പറുകൾ. അപ്പം ഇതൊന്നും ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം അവർ പറയുന്നു. പക്ഷെ അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. അവരുടെ നിയമം അനുസരിച്ചിട്ട് ഈ നിയമം കൊണ്ട് അവിടെ നമ്മൾ ഈ ആളുകളെ അന്വേഷിച്ച് ചെല്ലുമ്പം അവരെ പിടികിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അവിടങ്ങളിൽ ഏറ്റവും മനോഹരമായിട്ട് ആകട്ടെ, ഇനി നമ്മൾ ഫോറിൻ കൺട്രീസ് ആയതോട്ടെ, അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം യൂറോപ്യൻ കൺട്രീസിലൊക്കെ കൃത്യമായിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇത്തരം അഭിപ്രായങ്ങളെ നമ്മൾ ഇടപെടുന്നില്ല? ഒരു സ്ത്രീക്ക് ഇവിടെ അഭിപ്രായം പറഞ്ഞ് നിൽക്കാനുള്ള സാഹചര്യമില്ലാത്തിടത്തോളം എന്തുകൊണ്ട് അത്തരം അക്രമങ്ങളിൽ ഇടപെടുന്നില്ല? എന്നാൽ വളരെ കൃത്യമായിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്തലിന്, ഭരണകൂടത്തിനെതിരാവട്ടെ അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും വലിയ ഒരു കോർപ്പറേറ്റിനെതിരാവട്ടെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ അതിലിടപെടുകയും നിങ്ങളെ പുറത്താക്കുകയും ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നോട്ടീസ് അയക്കുകയും ചെയ്യുന്നുണ്ട്. ഈ രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ്, വളരെ ഡ്യുവലായിട്ടുള്ള രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് ഈ ആശപ്പ പറഞ്ഞു ഭാഗ്യലക്ഷ്മിയുടെ കേസ് തൊട്ട് ഞാനിതിനെക്കുറിച്ച് വളരെ, ഇപ്പോൾ ശ്രീലക്ഷ്മി അറക്കൽ, ഇവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പം അവരൊക്കെ കേസുകളിൽ നോക്കി നിന്നപ്പോൾ മനസ്സിലാക്കുന്നൊരു കാര്യം ഇതാണ്. അത്തരം കാര്യങ്ങളിലൊന്നും നമ്മുടെ ഭരണകൂടത്തിന് കൃത്യമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഇടപെടലുകളോ രീതികളോ ഒന്നുമില്ല. അതൊക്കെ അനുസ്യൂതം ഇവിടെ നടക്കട്ടെ, അതാണ് നടന്നാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ രേഖപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നിങ്ങൾ കലാപരമായിട്ട്, ഇപ്പോൾ പെരുമാൾ മുരുകനെ നമുക്ക് എല്ലാവർക്കും അറിയാം, കവിതയിലൂടെ അദ്ദേഹം രേഖപ്പെടുത്തിയത് എന്താ? ഇവിടുത്തെ ഭരണകൂടത്തിന് എതിരായിട്ട് ഒരു
ഒരു മെസ്സേജ് അദ്ദേഹം കൊടുത്തു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാനൊരു ഒരു ഒരു നല്ലൊരു നാടൻ പാട്ട് ശൈലി ഞാനത് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു FB-ൽ. നല്ല രസമായിട്ട് ഒരു തമിഴ് നാടൻ പാട്ട് അവർ പാടുന്നത് ബർത്ത്ഡേ പാർട്ടി എന്താണ് കേക്ക് മുറിക്കുന്നത് ബർത്ത്ഡേ പാർട്ടി, രാജ്യം മുറിക്കുന്നത് BJP പാർട്ടി എന്നാണ്. അപ്പോൾ ഞാൻ എന്നിട്ട് അത് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ മനസ്സിൽ ഇതിനടുത്തത് ഇത് നമ്മളെ ഇടപെടും എന്നുള്ളതാണ്. അത് ആളുകൾ മനസ്സിലാക്കുന്ന രീതിയാണ്. ജനാധിപത്യത്തിൽ വളരെ കൃത്യമായിട്ട് നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഓരോ ഭരണാധികാരിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഇവർ വേണോ വേണ്ടയോ എന്നുള്ള അഭിപ്രായം നമ്മൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലിടപെടുന്ന രീതിയിൽ ഇത്ര കാലങ്ങളായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. പൗരത്വ പ്രക്ഷോഭ കാലത്ത് എത്ര മനുഷ്യരിൽ ഇടപെട്ടു, എത്ര മനുഷ്യരെ ഇവിടെ നിന്ന് പുറത്താക്കി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അവിടെ ഏതാ യൂണിവേഴ്സിറ്റി, ഒരു മുസ്ലിം യൂണിവേഴ്സിറ്റിയിലത്തെ കുട്ടികളെ, അലിഗഡ് യൂണിവേഴ്സിറ്റിയിലത്തെയും പിന്നെ ആ പെൺകുട്ടികളെയൊക്കെ വളരെ മൃഗീയമായിട്ട് അവരെ ഉപദ്രവിക്കുന്ന രീതിയിൽ, ജയിലിൽ പിടിച്ചെടുക്കുന്ന രീതിയിൽ നമ്മുടെ ഉമർ ഫൈസലല്ലേ, കനയ്യകുമാറിൻ്റെ കൂടെയൊക്കെ അന്ന് സമരം ചെയ്തിരുന്ന ആളുകളെയൊക്കെ, കുട്ടികളെ, വിദ്യാർത്ഥികളെ JNUവിൽ കയറി ആക്രമിക്കുക. അതെന്താണ് അങ്ങനെ ഉണ്ടാകുന്നത്? പൗരത്വ പ്രക്ഷോഭമാണ്. ഒന്ന് നോക്കൂ, ഇവിടെ ആരാ ജീവിക്കേണ്ടത് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ ആര് ഇന്ത്യയിൽ ജീവിക്കണമെന്ന് പറയുന്ന തരത്തിലേക്ക് കുറേ ജനതയെ പുറത്താക്കുന്ന തരത്തിലേക്കുള്ള ഒരു നിയമം ഇവിടെ കൊണ്ടുവരുമ്പോൾ മനുഷ്യർ ഇടപെടണ്ടേ? അവിടെ മനുഷ്യരെ, ഈ ഇന്ത്യൻ ജനങ്ങളല്ലാണ്ട്, ഇന്ത്യൻ പൗരന്മാരല്ലാണ്ട്, ഇന്ത്യൻ ജനങ്ങൾ അല്ലാതെ ആരാണ് ഇതിൽ ഇടപെടുക? കുറേ മനുഷ്യരെ പുറന്തള്ളുക, അഭയാർത്ഥികളാക്കുക, കുറേ മനുഷ്യരെ നമുക്ക് വേണ്ട എന്ന് നമ്മൾ ഒരിക്കലും അങ്ങനെ ഉള്ളൊരു ഭാരത അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്കാരമല്ല നമുക്ക്. നമ്മളെല്ലാത്തിനെയും നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. നാനാ വിധത്തിലുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ജനതയാണ് നമ്മൾ. അതുകൊണ്ടാണല്ലോ നാനാത്വത്തിലെ ഏകത്വം എന്ന് പറയുന്നത്. അതിനെല്ലാം ഒരേ ഒരു പോയിന്റിലേക്ക്, ഒരു ബിന്ദുവിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് എത്രമാത്രം ജനാധിപത്യ വിരുദ്ധവും അഭിപ്രായ വിരുദ്ധവുമാണത്. എത്ര അഭിപ്രായങ്ങളുള്ള മനുഷ്യരാണ് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എനിക്കുള്ള അഭിപ്രായം ആയിരിക്കില്ലല്ലോ തൊട്ടപ്പുറത്തെ വീട്ടിലെത്തുള്ള ആളുള്ള അഭിപ്രായം. എൻ്റെ അഭിപ്രായം ആയിരിക്കില്ല ആശ പറഞ്ഞ പോലെ ആശയുടെ അഭിപ്രായം. ആ അഭിപ്രായങ്ങളെല്ലാം സ്വരുക്കൂട്ടി അതിനെ മനോഹരമാക്കി വർണ്ണങ്ങളാക്കി വെച്ചിരുന്നൊരു ഇന്ത്യയാണ് നമുക്കുണ്ടായിരുന്നത്. നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിയിൽ പറയുകയാണെങ്കിൽ ഏറ്റവും മനോഹരമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യൻ ഫിലോസഫിയിൽ. നാസ്തികനും ആസ്തികനും അവിടെ സ്ഥാനമുണ്ട് എന്നുള്ളത് ഞാൻ പഠിച്ചിട്ടുണ്ട്. നാസ്തികവാദമുള്ളതാണ് ചാർവാകയിസം ഇവിടെ ഉണ്ടായിരുന്നല്ലേ ഇന്ത്യയിൽ. ചാർവാകം എന്ന് വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള മനുഷ്യരല്ല, ഒരു കൂട്ടം ആളുകളാണ്. അതായത് ഒരാളല്ല ചാർവാക, ഒരു കൂട്ടം ഫിലോസഫേഴ്സാണത്. ആ ഫിലോസഫി ഇവിടെ നടന്നു പോയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ ഈശ്വരവാദവും ആസ്തികവാദവും. അപ്പം ഇതിനൊക്കെ നമ്മൾ ഉൾക്കൊണ്ട് പോകുന്ന ഒരു ഇന്ത്യൻ സംസ്കാരത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫിലോസഫിയിൽ എങ്ങനെയാണ് ഇതുപോലെ ഒട്ടും വർണ്ണങ്ങളില്ലാതെ മനുഷ്യരെ ഒരേ കേന്ദ്രബിന്ദുവിലേക്ക് ഒതുക്കാൻ പറ്റുന്നത്? അത് തന്നെ നമ്മുടെ ജനാധിപത്യത്തിന് എതിരായിട്ടുള്ളൊരു കാര്യമല്ല, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരല്ല. ഭരണഘടന നിലനിൽക്കുന്നത് പോലും ഈ നാനാത്വത്തിലുള്ള ഒരു ഏകത്വത്തിൻ്റെ പുറത്ത് തന്നെയാണ് അല്ലേ? എല്ലാ മനുഷ്യരും നിയമത്തിൻ്റെ മുന്നിൽ സമന്മാരാണ് എന്ന് പറയുമ്പോൾ തന്നെ ആ എല്ലാ മനുഷ്യർക്കുള്ള നിയമങ്ങളും എല്ലാ മനുഷ്യർക്കുള്ള കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടെ സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യമാണ്, സ്ത്രീകള് ശബരിമലയിലേക്ക് കയറിക്കോട്ടെ, അല്ലെങ്കിൽ അത് അവിടെ സ്ത്രീകളെ മാറ്റി നിർത്തേണ്ടതില്ല എന്ന് പറയുന്നത് ഭരണഘടന അനുശാസിക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അയ്യപ്പനെ കാണണം അല്ലെങ്കിൽ അയ്യപ്പനെ അവിടെ പോയി ആരാധിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റി നിർത്തുന്ന നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നില്ല എന്നുള്ള ഇതിലാണ് അന്ന് ശബരിമല കയറാനുള്ള നിയമം അല്ലെങ്കിൽ അങ്ങനെ സുപ്രീം കോടതി പറയുന്നത്. അതിലെന്താണ് ഇവിടുത്തെ മനുഷ്യന്മാർ അല്ലെങ്കിൽ അതിനെ വ്യാഖ്യാനിച്ച് എന്താണ് ഇവിടെ ചെയ്ത് വെച്ചത്?
അത്തരം മനുഷ്യരെ അല്ലെങ്കിൽ അങ്ങനെ വളരെ പ്യുവറായിട്ട് അയ്യപ്പനെ കരുതുന്ന അല്ലെങ്കിൽ ഭക്തിയോടുകൂടി വിചാരിക്കുന്ന സ്ത്രീകളെ ഇവിടുന്ന് ആട്ടിയോടിക്കല്ലേ ചെയ്തത്, കയറണ്ട എന്ന് പറഞ്ഞ് ആട്ടിയോടിക്കല്ലേ ചെയ്തത്. അപ്പം നമ്മൾ ഈ എന്ത് ജനാധിപത്യത്തിനെ കുറിച്ചാണ് പറയണത്? ഇത്രയും മനോഹരമായിട്ടുള്ള ജനാധിപത്യ ഇന്ത്യയെ ഇത്രമാത്രം ഫാസിസ്റ്റ് രീതിയിലാക്കുന്ന തരത്തിലെ മനുഷ്യൻ്റെ എല്ലാ തരത്തിലുള്ള അഭിപ്രായത്തിലും ഭക്തിയിലും അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഭക്തി ഇല്ലായ്മയിലും അതുപോലെ ജീവിക്കാനുള്ള അവകാശത്തിലും ഇടപെട്ടുകൊണ്ടിരിക്കുക. അത് പ്രത്യേകിച്ചും മതത്തിൻ്റെ ഏരിയയിൽ വരുമ്പോൾ ഈ അഭിപ്രായം എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ അളവിലേ ഉള്ളൂ അല്ലേ. അതിൽ സ്ത്രീകൾക്ക് മതത്തിലൊരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. അങ്ങനെ നമ്മുടെ ഭരണഘടനയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷേ മതത്തിലെ സ്ത്രീകളെ അഭിപ്രായം പറയണ്ട എന്നുള്ളത് ഒരു മതത്തിലെയും ഒരു അഭിപ്രായം എടുക്കുന്ന ഏജൻസിയിൽ ഒരു സ്ത്രീ പോലും ഇല്ല. അവിടെ അഭിപ്രായം എടുക്കുന്ന ഏജൻസികളൊക്കെ തന്നെ പുരുഷൻ്റെ കയ്യിലാണ്. അതുകൊണ്ടാണല്ലോ സ്ത്രീകൾ മല കയറുമ്പോൾ അവിടെ തന്ത്രിമാർ തീരുമാനിക്കുന്നത്. തന്ത്രിമാരെന്ന് പറഞ്ഞാൽ ആരാ? പുരുഷന്മാർ. അവിടെ അഭിപ്രായം എടുക്കുന്ന ഏരിയയിലൊക്കെ അങ്ങനെ ഒരിക്കലും നമ്മുടെ ഭരണഘടന ഒരിക്കലും അനുശാസിച്ചിട്ടില്ല അവിടെ പുരുഷന്മാരുണ്ടാവണം എന്നുള്ളത്. അതിൽ പോലും നമ്മൾ കാണിക്കുന്നത് ഏറ്റവും അലിഖിതമായിട്ടുള്ള കുറേ നിയമങ്ങളാണ് നമ്മളിവിടെ നമ്മൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. ലിഖിതമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ പിന്തുടരുന്നത് കുറേ അലിഖിതമായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുണ്ടോ? അമ്പലത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പെണ്ണുങ്ങൾ വേണ്ട, ആണുങ്ങൾ മതി എന്നുള്ള അഭിപ്രായങ്ങൾ വല്ലതും എവിടെയെങ്കിലും രൂപീകരിച്ചിട്ടുണ്ടോ? ഇല്ല. അതാണ് തെറ്റായിട്ടുള്ള അഭിപ്രായങ്ങൾ പിന്തുടരുകയും എന്നാൽ ശരിയായിട്ടുള്ള അഭിപ്രായങ്ങളെ കാണാതിരിക്കുകയും അതിനെ കണ്ണടച്ച് അതെന്തോ ഇവിടെ നടപ്പിലായി കഴിഞ്ഞാൽ ഇവിടെ ആകപ്പാടെ കുഴപ്പം പിടിക്കും, ഇവിടെ ഒന്നും നടക്കില്ല, അല്ലെങ്കിൽ സമൂഹം അങ്ങ് ഇല്ലാണ്ടാവും എന്ന് നമ്മൾ ഭരണകൂടങ്ങൾ തന്നെ നമ്മൾ അങ്ങനെ പഠിപ്പിക്കും. അല്ലെങ്കിൽ ഇപ്പം അഭിപ്രായം രേഖപ്പെടുത്തുന്നതിൽ സ്ത്രീകൾക്കും ഒരുപോലെ ഉണ്ടെങ്കിൽ, അവകാശം ഉണ്ടെങ്കിൽ സ്ത്രീകളെ ഇവിടെ നമ്മളെ ഇലക്ഷന് നിർത്തുമല്ലോ. ഇപ്പം നമ്മൾ ഇലക്ഷനിൽ ലിസ്റ്റ് വന്നല്ലോ. അവിടെ അഭിപ്രായം രേഖപ്പെടുത്താൻ സ്ത്രീകൾക്ക് 52 സ്ത്രീകളെ കേരളത്തിൽ പുരുഷന്മാരെക്കാൾ കൂടുതലാണ് ശതമാനക്കണക്കിന്. 52%. പകുതിയിലധികം ഉണ്ട് സ്ത്രീകൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പുരുഷന്മാരെക്കാളും. അവിടെ അഭിപ്രായം നിങ്ങൾ വന്നിട്ട് വോട്ട് ചെയ്ത് പൊക്കോളൂ, പക്ഷെ നിങ്ങളൊന്നും ഞങ്ങൾ നിർത്തൂല. തുല്യ പ്രാതിനിധ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊന്നുമല്ല. നിങ്ങളവിടെ നിന്നോളൂ. ലിസ്റ്റ് വന്നല്ലോ. അപ്പോൾ നോക്കൂ ഏതൊക്കെ സംഘടനകൾ ഏതൊക്കെ ആളുകൾ നിർത്തിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇത് രാഷ്ട്രീയപരമായിട്ട് പറയുമ്പോൾ അവരും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കണം. സ്ത്രീകളെ സംബന്ധിച്ചും അവർക്ക് അഭിപ്രായമുണ്ട്, അവർക്ക് നിൽക്കാനുള്ള അവകാശമുണ്ട്, തുല്യ അവകാശത്തിലുള്ള അവകാശങ്ങൾ സ്ത്രീകൾക്കുണ്ട് എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ മതപരമായിട്ടുള്ള കാര്യങ്ങളിലും ഈ മതം മനുഷ്യനെ ഭരിച്ചു തുടങ്ങിയാൽ ഭരണഘടനയൊന്നും ഒന്നുമല്ല ഇതായിട്ട് തീരും. അവിടെ അതായത് ഭരണകൂടങ്ങൾ തന്നെ ഭരണഘടനയെ സപ്രസ് ചെയ്ത് വെക്കുമ്പോൾ പിന്നെ മതങ്ങൾ സപ്രസ് ചെയ്ത് വെക്കാതിരിക്കും. ഭരണകൂടങ്ങൾ തന്നെ നമ്മുടെ ഭരണഘടന സപ്രസ് ചെയ്ത് വെച്ചിട്ടാണ് മനുഷ്യൻ്റെ ഇത്തരം അഭിപ്രായങ്ങളിൽ കയറി ഇടപെടുന്നത്. പെരുമാൾ മുരുകനെ കയറി അയാളുടെ അഭിപ്രായത്തിൽ ഇടപെടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കഴിഞ്ഞ ഒരു നാടകം ഫെസ്റ്റിവൽ, കഴിഞ്ഞ കൊല്ലാണ് നാടകം കക്കുകളി എന്ന് പറഞ്ഞ നാടകം ഉണ്ടായിരുന്നു. ആ നാടകം പറഞ്ഞ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിൽ അതെന്ത് കുഴപ്പമാണ് സൊസൈറ്റിയിൽ ഉണ്ടാക്കുക? അങ്ങനെ തന്നെയല്ലേ ഇവിടെ നമ്മുടെ സിനിമകളും കലാപരമായിട്ടുള്ള പല കാര്യങ്ങളും ഈ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും അങ്ങനെ കലകളും നാടകങ്ങളും നൃത്തങ്ങളും ഒക്കെ അങ്ങനെ ഇടപെട്ടിട്ടല്ലേ നമ്മുടെ സൊസൈറ്റി എന്താ പറയുക നവീകരിച്ച് വന്നത്. നവോത്ഥാന കാലഘട്ടത്തിൽ ഇവിടെ എന്തൊക്കെയാണ് നടന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഏതൊക്കെ നാടകങ്ങൾ ഇവിടെ നിന്ന് കളിച്ചു എന്നുള്ളത് നമുക്കറിയാം, ഏതൊക്കെ സിനിമകൾ ഇവിടെ കളിച്ചു എന്നുള്ളത് നമുക്കറിയാം. അത് പറഞ്ഞ രാഷ്ട്രീയം എങ്ങനെയാണെന്ന് അറിയാം. അത് മനുഷ്യരിലേക്ക് അത് വിഷ്വലായിട്ട് സാധനം അല്ലെങ്കിൽ കലാപരമായിട്ടൊരു ഒരു വർക്ക് മനുഷ്യനിലേക്ക് ഇടപെടുന്നത് ഇങ്ങനെ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ, ഇപ്പോൾ ഞാനിങ്ങനെ പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു കല മനുഷ്യനിൽ ഇടപെടും എന്നുള്ളതാണ് ഏറ്റവും കൃത്യമായിട്ടുള്ള കാര്യം. ഞാനിവിടെ ഇതിങ്ങനെ പറയുന്നതിനേക്കാൾ ഞാൻ നൃത്തക്കാരി ആയതുകൊണ്ട് ഞാൻ നൃത്തം ചെയ്ത ഒരു പക്ഷേ നിങ്ങളെ കുറച്ചും കൂടി നന്നായിട്ട് അത് ഏറ്റെടുക്കും. അതിലൊക്കെ ഇടപെടുക. മല്ലിക സാരാഭായി നൃത്തം അല്ലെങ്കിൽ അവരുടെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ ഇടപെടുക. ഇതുപോലെയുള്ള വളരെ
മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും കൃത്യമായിട്ടുള്ള കാര്യം ഇതാണ്: മനുഷ്യനിവിടെ അഭിപ്രായം രേഖപ്പെടുത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. കർഷക സമരം എന്ന് പറയുന്നത് കർഷകരെ അവർക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ അവരിൽ എങ്ങനെയാണ് ഈ ഇവിടുത്തെ ഭരണകൂടം ഇടപെടുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഇവിടുത്തെ ഭരണകൂടം കൊടുത്തത്, അല്ലെങ്കിൽ അവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ, അതിനുള്ള ഭൂമികയാണ് ഇവിടെ, അവർക്കിവിടെ ജീവിക്കാൻ ഉതകുന്നുണ്ടോ, അതനുസരിച്ചിട്ടല്ലേ അവർ സമരം ചെയ്യുക. ആദിവാസികൾ എങ്ങനെ സമരം ചെയ്യുന്നത്? അവർക്കിവിടെ ഭൂമിയുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ഇത്ര കാലമായിട്ട് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഒക്കെ ഉള്ള ജനതയാണ് ആദിവാസി ജനത. അവർക്ക് ഭൂമിയുണ്ടോ? സ്വന്തമായിട്ട് അവർക്ക് അവരുടെ ഭൂമിയിൽ അവർക്ക് പണിയെടുക്കാൻ പറ്റുന്നുണ്ടോ? എങ്ങനെയാണ് ജീവിക്കുന്നത്? അവർ ഇത്ര കാലം ഇന്ത്യൻ സാഹചര്യത്തിൽ ഇന്ത്യ സ്വതന്ത്രമായിട്ട് ഇത്രയും കൊല്ലമായിട്ട് അവരുടെ അവസ്ഥ എന്താണ്? അപ്പോൾ അതനുസരിച്ചിട്ടല്ല അവർ സമരം ചെയ്യുക. അവർക്ക് എന്ത് കിട്ടുന്നു, അല്ലെങ്കിൽ അവരെങ്ങനെ ജീവിക്കുന്നു, അവർക്ക് എങ്ങനെ ഇത് ഇവിടുത്തെ സാഹചര്യങ്ങളിൽ അവർക്ക് ജീവിക്കാൻ പറ്റും, അതനുസരിച്ച് അവർ സമരം ചെയ്യും. അതവരുടെ അഭിപ്രായം രേഖപ്പെടുത്തല്ലേ, അല്ലെങ്കിൽ അവർക്ക് കിട്ടാനുള്ളത് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങളല്ലേ. അപ്പോൾ അതിനെയൊക്കെ ഇങ്ങനെ അടിച്ചമർത്തിക്കൊണ്ട് അതിനെയൊക്കെ ഇത്തരം അല്ലെങ്കിൽ പത്രങ്ങളിലോ അല്ലെങ്കിൽ ഇത്തരം സോഷ്യൽ മീഡിയകളിലോ അത്തരം സമരങ്ങളെ രേഖപ്പെടുത്തുമ്പോൾ എന്തിനാണ്? അതൊരു അഭിപ്രായമാണ്. അത് ജനാധിപത്യത്തിൽ അങ്ങനെ അഭിപ്രായം രേഖപ്പെടുത്തിയാൽ ഭരണകൂടങ്ങൾ അത് ശ്രദ്ധിക്കുള്ളൂ. ആ ഭരണകൂടങ്ങൾ തന്നെ ഇത്തരം മനുഷ്യന്മാരെ ഒതുക്കിക്കളയുന്നു. അത് ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ, അതായത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ നമ്മുടെ അഭിപ്രായം കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. ഇത്തരം കാര്യങ്ങളിലല്ലാതെ വളരെ വർണ്ണത്തോടു കൂടിയ ഇന്ത്യയെ നിലനിർത്താൻ വേണ്ടി ഒറ്റ വർണ്ണത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വർണ്ണത്തിൽ തന്നെ ഒരഭിപ്രായവും ഇല്ലാതെ, അല്ലെങ്കിൽ ഒറ്റ അഭിപ്രായത്തിൽ ഒരു സാധനം, അല്ലെങ്കിൽ ഒരു നിറം മാത്രമായിട്ട് ഇത് മാറുന്നത്, ഒരു സ്ക്രീൻ മാറുന്നത് പോലും നമുക്ക് അത് അത്ര ഭംഗിയില്ലല്ലോ. ഞാനല്ല, എസ്തറ്റിക് സെൻസിൽ തന്നെ നോക്കുകയാണ്, സൗന്ദര്യശാസ്ത്രപരമായിട്ടും അതൊരു ഭംഗിയില്ലാത്ത കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എസ്തറ്റിക് സെൻസിൽ, അതിന് രാഷ്ട്രീയം സെൻസിൽ അത് ഒട്ടും ഭംഗിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പം അങ്ങനെ വളരെ വർണ്ണത്തോടുകൂടി വർണ്ണ വിവേചനങ്ങൾ, അല്ലെങ്കിൽ വർണ്ണവിവേചനമല്ല, വർണ്ണമുഖരിതമായിട്ടുള്ള വർണ്ണവിവേചനമല്ല, വർണ്ണമുഖരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കപ്പെടണം. ആ വർണ്ണമുഖരിതമായിട്ടുള്ളൊരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാവണമെങ്കിൽ അഭിപ്രായങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അതിൽ ഒരു സിംഗിൾ ഒരു ആളിന് പോലും, അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിനോ കോടതിക്കോ എന്ത് വേണ്ട, ഒരു ഇതിന് പോലും ഇടപെടാൻ ഇവിടെ ഇടമില്ല എന്നുള്ളതാണ് നമ്മളെ ഭരണഘടന നമ്മളെ പഠിപ്പിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ പുലർത്തേണ്ടതും. അല്ലെങ്കിൽ ഇപ്പോൾ പത്രസ്വാതന്ത്ര്യത്തിനെ കുറിച്ച് ആശ പറയണ്ടായി. ഞാൻ കരുതുന്നത് ശരിക്കും ഭരണഘടനയിൽ ഈ പറഞ്ഞ പോലെ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും നമ്മുടെ എന്താ പറയുക, ജുഡീഷ്യറി 3 തൂണുകളുണ്ടല്ലോ, എക്സിക്യൂട്ടീവ്, അങ്ങനെ അങ്ങനെയാണല്ലോ നമ്മുടെ ഇത് നിലനിൽക്കുന്നത്. അതിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വളരെ നാലാമത്തെ അല്ലേ നാലാമത്തെ അല്ലേ, എനിക്ക് തെറ്റ്, എനിക്ക് മറവി കാരണം കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ്. 4ാമത്തെയാണ് പത്രസ്വാതന്ത്ര്യം അല്ലേ, പത്രം എന്ന് പറയുന്നത്. അതും കൂടി കൃത്യമായിട്ട്, അല്ലെങ്കിൽ അതിങ്ങനെ വളഞ്ഞു നിന്നാൽ നമ്മുടെ ജനാധിപത്യം കൃത്യമായിട്ട് നിൽക്കും. അത് ഒരു കാലേ വളഞ്ഞു നിൽക്കുന്നൊരു മേശ നന്നായിരിക്കില്ലല്ലോ. അതും നേരെ നിന്ന്, എല്ലാം നേരെ നിന്നാൽ മാത്രമാണ് ഇവിടെ ജനാധിപത്യം പുലരുള്ളൂ. ജനാധിപത്യം എന്നുള്ളത് വളരെ വർണ്ണമുഖരിതമാണ്. ആ വർണ്ണത്തിനെ നമ്മൾ തള്ളിക്കളയാതിരിക്കുക. അതിന് പത്രങ്ങളും ജുഡീഷ്യറിയും എല്ലാം, പാർലമെൻറ്റും ലെജിസ്ലേച്ചറും എല്ലാം ഇതിനോടൊപ്പം ചേർന്ന് നിന്നാൽ മാത്രമേ നമ്മുടെ ഇന്ത്യ വളരെ മനോഹരമായിട്ടുള്ള, സൗന്ദര്യശാസ്ത്രപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും തത്വചിന്തപരമായിട്ടും ഇന്ത്യ നന്നായിട്ട് നിലനിൽക്കുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിച്ചോളൂ. വലിയ സംശയങ്ങൾക്കൊന്നും എനിക്ക് മറുപടി പറയാൻ പറ്റില്ല, ആശൽപ്പം മറുപടി പറയുന്നുണ്ടാവും. അതിലൊരു ചോദ്യം എനിക്കുള്ളത്, ഒരു ജനാധിപത്യ രാജ്യത്തിൽ, ഡെമോക്രസിയിൽ ഇത് ഒരു നിയന്ത്രിക്കപ്പെടേണ്ട ഒരു ഫ്രീഡം, അതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ സ്വാതന്ത്ര്യം എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഒരു സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ തീർച്ചയായിട്ടും ഒരു രാജ്യത്തെ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ കഴിയൂ. ആ സെൽഫ് ഡിസിപ്ലിൻ നമ്മെ സംബന്ധിച്ച് ആവശ്യമാണ്. അപ്പോൾ ഫ്രീഡം എന്ന് പറയുന്നത് കൊണ്ട് സർവതന്ത്രമായ സ്വാതന്ത്ര്യം എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ ഇതിന് എവിടെയാണ് നമുക്ക് നിർവചിക്കാൻ കഴിയുക? അതിന് നമുക്ക് ഉദാഹരണങ്ങൾ നമുക്ക് ഇന്ത്യയിൽ തന്നെ കിട്ടാനുണ്ടോ?
എന്നുള്ളതാണ് സംശയം. അങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ അടിയന്തരാവസ്ഥയിലേക്ക് പോവും. അതുണ്ടായോ എന്ന് നമ്മൾ ചോദിക്കും. അപ്പോൾ ഇപ്പോഴും ഇതിൽ ബന്ധപ്പെട്ടവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം ചോദ്യങ്ങളാണ്. അപ്പോൾ ഫ്രീഡം എന്നുള്ളത് നിയന്ത്രിക്കപ്പെടേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഒരു വ്യക്തി മാറണം. അത് മാത്രം എനിക്ക് ചോദിക്കാം. നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന് റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത്. പ്രധാനമായി സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ പറയണ്ടല്ലോ എന്ന് സ്വതയ ഞാനിങ്ങനെ പഠിപ്പിക്കുന്ന ഒരാളാണെന്നൊരു പരാതിയുണ്ട്. അപ്പം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റേറ്റിൻ്റെ സെക്യൂരിറ്റി, അതാണ് ഏറ്റവും വലിയ റെസ്ട്രിക്ഷൻ. അതിനുവേണ്ടി നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കൃത്യമായി ഭരണഘടനയിൽ പറയുന്നുണ്ട്. 2, ഇവിടെ ഇരുന്നിട്ട് വേറൊരു രാഷ്ട്രത്തെ പറ്റി കുറ്റം പറഞ്ഞ് ഒരു ഫ്രണ്ട്ലി റിലേഷൻ അതർ ഫോറിൻ സ്റ്റേറ്റ്സ് ആയിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്ലി റിലേഷനെ ബാധിക്കാൻ പാടില്ല എന്നൊരു സംഗതി കൂടിയുണ്ട് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ റെസ്ട്രിക്ഷനായിട്ട്. പബ്ലിക് ഓർഡർ, അതാണ് ഹെയ്റ്റ് സ്പീച്ച്, മതനിന്ദ, മറ്റു കമ്മ്യൂണിറ്റിയിലോ ഗ്രൂപ്പിലോ പെട്ട ആളുകൾക്കെതിരെ നമ്മൾ മോശമായി അല്ലെങ്കിൽ വെറുപ്പുണ്ടാക്കുന്ന ഭാഷയിൽ സംസാരിക്കുക, അത് പാടില്ല. ഡീസൻസി ആൻഡ് മൊറാലിറ്റി, അതിനെപ്പറ്റി നമുക്ക് വലിയ ചർച്ചയും തർക്കമൊക്കെ ഉണ്ട്. അപ്പം അതുമുണ്ട് ഒരു സംഗതി. പിന്നെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഞാൻ നേരത്തെ വിശദീകരിച്ചു. പിന്നെ വരുന്നത് രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഇൻറ്റഗ്രിറ്റിക്കും പരമാധികാരത്തെയും ബാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയരുത് എന്നാണ്. അങ്ങനെ ഒരു 5 തരത്തിലുള്ള കൃത്യമായ റെസ്ട്രിക്ഷൻസ് വച്ചുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ നമുക്ക് നൽകിയിരിക്കുന്നത്. അബ്സല്യൂട്ട് ഫ്രീഡം എന്ന് പറഞ്ഞ സംഗതി ഒരിക്കലും ഒരു സാമൂഹ്യ ജീവിക്ക്, അത് ഞാൻ പറയട്ടെ, അത് ആനയാകട്ടെ, അത് ഒരു പറവകളാവട്ടെ, അവർക്ക് പോലും സാധിക്കില്ല. കാരണം ഒരു കൂട്ടായ്മയിൽ ജീവിക്കുന്ന ജീവികളാണ് അധികവും. അപ്പോൾ ഒരു സാമൂഹ്യ ജീവിയായിട്ട് ജീവിക്കുന്ന അവർക്കൊക്കെ തന്നെ അവരുടെ ഉള്ളിൽ ഒരു നോംസ് ഉണ്ടാവും. അവർ ആ നോംസ് അനുസരിച്ച് ജീവിക്കും. നമ്മളത് കുറച്ചൊരു വിവേകവും ഇതൊക്കെ ഉള്ള മനുഷ്യരായി മാറിയപ്പോൾ നമ്മളത് നിയമങ്ങളാക്കിയിട്ട് എഴുതിയിട്ട് എങ്ങനെയാണ് ഒരു പബ്ലിക് സ്പേസിലും അത് പ്രൈവറ്റ് സ്പേസിലും മറ്റും ജീവിക്കേണ്ടത് എന്ന കോഡ് ഓഫ് കണ്ടക്റ്റാണ് യഥാർത്ഥത്തിൽ നിയമങ്ങൾ. അല്ലാണ്ട് മനുഷ്യനെ ഉപദ്രവിക്കാനുള്ള സംഗതിയല്ല. നമ്മൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള, നമ്മൾ എങ്ങനെ പരസ്പരം ഒരു ഡെമോക്രസിയിൽ അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അവകാശങ്ങൾ മനസ്സിലാക്കി ജീവിക്കണം എന്നതാണ് യഥാർത്ഥത്തിൽ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വളരെ പിന്നോക്കം വലിക്കുന്ന ഒരുപാട് ദുരാചാരങ്ങളും അന്നത്തെ പബ്ലിക് നോംസ് ആയിട്ടുള്ള ആചാരങ്ങളെയൊക്കെ നമ്മൾ ഇല്ലാതാക്കാൻ വേണ്ടി നിയമം മൂലം അത് നിരോധിച്ചുകൊണ്ട് ലോ ഈസ് ഫോർ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് നിയമം സാമൂഹ്യപരമായ നിർമ്മിതിക്ക് ആവശ്യമാണ്. അത് കാലോചിതമായി, അതുകൊണ്ട് നിയമവും പരിഷ്കരിക്കപ്പെടണം, മനുഷ്യൻ പരിഷ്കരിക്കപ്പെടണം അനുസരിച്ച്. അത് ഞാൻ പറഞ്ഞ ഈ 2000-ലെ നിയമം മാറണം. കാരണം 2025 ആകുമ്പോൾ 25 കൊല്ലം മുൻപുള്ള IT ആക്ട് നോട്ട് ഇനഫ് നമ്മൾക്ക് എന്നുള്ള സംഗതി. ഒരു ഭാഗത്ത് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറയുമ്പോഴും മറ്റൊരു ഭാഗത്ത് ഈ സ്വാതന്ത്ര്യം കൊണ്ട് മറ്റുള്ള മനുഷ്യരെ ഉപദ്രവിക്കുന്നതിനെ കുറിച്ച് കുക്കു ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. അപ്പോൾ അത്തരം കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാനും വേണം. പക്ഷെ ഇതിൻ്റെ അപ്പുറത്ത് ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാനിങ്ങനെ കുക്കു പറഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു അഭിപ്രായം കൂടി വിട്ടുപോയല്ലോ എന്ന് ആലോചിച്ചത്. ഈ മതങ്ങളും ഭരണകൂടവും നമ്മളെ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞ സംഗതി, അത് പല സമയത്ത് നമ്മൾ കാണുന്നത് മതം നമ്മളെ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മൾ വിസിബിളാണ് കുറേയൊക്കെ നമ്മളുടെ വീട്ടിലെ ആളുകൾ എന്താ പറയുക, നമ്മളുടെ ട്രഡീഷൻസ്, പാരമ്പര്യം, ആചാരമൊക്കെ പറഞ്ഞാൽ അതിലൂടെയാണ് പിടിക്കണത്. പക്ഷെ അതല്ലാതെ ഭരണകൂടം നേരിട്ട് നിയമങ്ങൾ വഴി നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. ശരിയാണ്. ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് ഇവർ രണ്ടും കൂടി ഒന്നിക്കുന്നൊരു വേളയിൽ, അതായത് വർഗീയമായ താല്പര്യങ്ങളും ആ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയവും ഉള്ള ഒരു പ്രസ്ഥാനം, അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന ആളുകൾ രാജ്യത്തെ നിയന്ത്രിക്കുകയും അവർ കോർപ്പറേറ്റുകളുമായി കൈകോർക്കുകയും ചെയ്യുന്ന ഈ വേളയിൽ വളരെ അപകടകരമായ രീതിയിൽ ഇന്ത്യൻ നിയമങ്ങൾ മറിയപ്പെടുകയും നമ്മുടെ കൃഷി തുടങ്ങി നമ്മുടെ അടിസ്ഥാനപരമായ എല്ലാ ആവശ്യങ്ങളെയും അത് ഇല്ലാതാക്കുകയും അതിന് വേണ്ടുന്ന നിയമപ്രക്രിയകൾ വരികയും ആ നിയമങ്ങളെ നമ്മൾ എതിർക്കാൻ വേണ്ടി ഡെമോക്രസിയെ തെരുവിലേക്ക് കൊണ്ടുവരികയും തെരുവിൽ നിന്നുകൊണ്ട് ഒരു നിയമനിർമ്മാണത്തെ എതിർത്ത് ഒരുപക്ഷെ 3 നിയമങ്ങൾ, കർഷകർക്കെതിരെ നിയമങ്ങളെ നമുക്ക് ആ ഒരു എതിർപ്പ് എക്സ്പ്രഷൻ, നമ്മുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ നമ്മൾ കാണിക്കാൻ പറ്റുന്നത് അവിടെയാണ്. കാരണം നമ്മൾ കയറ്റി വിട്ട് കഴിഞ്ഞു ഒരു 5 കൊല്ലത്തേക്കും, പിന്നെ അവർ തിരിച്ചു പിടിക്കാൻ പറ്റുന്നില്ല. അവരുണ്ടാക്കുന്ന നിയമങ്ങൾ നമ്മുടെ മുകളിൽ വലിയ സാങ്ഷൻസ് ആയിട്ട് വന്ന് കെടുക്കുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ തെരുവിൽ നേരിടുന്ന ഒരു
സിവിൽ സമൂഹം നേരിടുന്ന അവസ്ഥയിലേക്ക് വരികയും അവരെ നേരിടുകയും ചെയ്തു. ഇപ്പോഴും കർഷകർ സമരത്തിലാണെന്ന് കുക്ക് കാണിച്ചു. ഒപ്പം തന്നെ എന്താണ് നമ്മുടെ യുവത ചെയ്യുന്നത്? ഇവിടെ യുവാക്കൾ കുറച്ചെങ്കിലും ഉണ്ട്, പക്ഷേ ഭയങ്കര അപകടകരമായിട്ടുള്ള സ്വഭാവമാണ് ഇപ്പോൾ റാഗിങ്ങിൽ കുട്ടിയെ കൊന്ന സംഗതി നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. എനിക്ക് പേഴ്സണലി പോലും വേദനയുള്ള സംഗതിയാണ്. എൻ്റെ വീട്ടിലും ഒരാൾ മരിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ. ഈ കോളേജ് ഇതിൻ്റെ അനുസരിച്ച് അന്യ സംസ്ഥാന വിദ്യാർത്ഥിയായി എൻ്റെ ആംഗ്ല ബോംബെയിൽ പോയി പഠിച്ച സമയത്ത് അവനെ കൊന്നിട്ടാണ് തിരിച്ചു കിട്ടിയത്. അപ്പോൾ ഇത് നമുക്കറിയാം അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ബാധിക്കുക എന്നുള്ള സംഗതി. അപ്പോൾ ഇത്തരം ഒരുപാട് വിഷയങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട കാലത്ത് കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാം TV ഡിബേറ്റിലിടയ്ക്ക് പങ്കെടുക്കുന്ന കാരണം ഒരു ഡിബേറ്റ് കഴിയുമ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് വിളി വരികയാണ്. അത് ഇപ്പോൾ ഇൻ്റലിജൻസ് എന്നാണല്ലോ പേരൊക്കെ. അപ്പോൾ ഭയങ്കര ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് അവർ നമ്മളോട് ചോദിക്കും ഓരോ ചോദ്യങ്ങളൊക്കെ. അവർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വേറൊരു ഭാഷയാണ്. നമ്മളുടെ അഭിപ്രായങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മളോട് ഒരു കരുതലോടെ നമ്മൾ ഇനിയും വീറോടെ വാദിക്കണം എന്ന രീതിയിലൊക്കെയാണ് നമ്മളോട് സംസാരിച്ച് വരുന്നത്. അപ്പോൾ എന്തിനാണ് ഇവിടുത്തെ ആക്ടിവിസ്റ്റുകളുടെയും അതല്ലെങ്കിൽ സമരം ചെയ്യുന്ന ആളുകളുടെയും കർഷകരുടെയൊക്കെ പേരുകൾ ഈ ടെററിസ്റ്റ് നിയമപ്രകാരമുള്ള കേസുകൾ അന്വേഷിക്കുന്ന ആളുകളുടെ കയ്യിൽ വരുന്നതും, അതുപോലെ തന്നെ ഇപ്പോൾ തൃശ്ശൂരുള്ള പോലീസിൻ്റെ ഒരു പ്രൊഫൈലുണ്ട്, പ്രൊഫൈൽ സൂക്ഷിക്കുന്നുണ്ട്. ആ പ്രൊഫൈൽ സൂക്ഷിക്കുന്നതിൽ എൻ്റെ പേരുണ്ട്, കുക്കുവിൻ്റെ പേരുണ്ടാവും, അതുപോലെ ഒരുപാട് ആളുകളുടെ പേരുണ്ട്. അപ്പോൾ നമ്മളെ അവർ ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്കെതിരെയാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് ഇപ്പം നമ്മുടെ TV അണ്ടർ കവർ ഏജൻസികളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, സിനിമകളും സീരീസൊക്കെ. പക്ഷെ ഇതുപോലത്തെ അണ്ടർ കവർ ഏജൻറ്റുകളായിട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ മതത്തിൻ്റെയും അതുപോലെ ഈ രാഷ്ട്രീയത്തിൻ്റെയും ഈ കോർപ്പറേറ്റ് കൈകോർക്കൽ രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ ഏജൻറ്റുകൾ പണ്ട് നമ്മൾ തിരിച്ച് നമ്മുടെ എന്താ പറയുക എക്സ്ട്രീമിസ്റ്റുകളോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകളോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ സ്റ്റേറ്റിൻ്റെ സെല്ലുകളിൽ ദളങ്ങളായിട്ടോ സെല്ലുകളായിട്ടോ ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്നതിന് എതിരായി ഇപ്പോൾ നേരെ പ്രവർത്തിക്കുന്നത് നമുക്ക് നേരെ രാഷ്ട്രത്തിന് രാജ്യത്തിൻ്റെ ഭരണം വഹിക്കുന്ന ആളുകൾക്കെതിരെ ഒരു വിപ്ലവവും ഇക്കാലത്ത് ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനെ ചെയ്യാനൊരു സ്റ്റേറ്റ് അവിടെ നിൽക്കുന്നില്ല. ആ സ്റ്റേറ്റ് ഇപ്പം ഇങ്ങനെ പടർന്നിട്ടൊരു ഡീപ്പ് സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ ഇത്തരം ഏജൻറ്റുകളിലൂടെ നമ്മളിലേക്ക് എത്തുകയും അത് മതത്തിൻ്റെയും ഈ രാഷ്ട്രീയത്തിൻ്റെയും ഇതേ കോർപ്പറേറ്റുകളെയൊക്കെ പിടിക്കുന്ന ആ മൊത്തം വിപണിയുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ കോർപ്പറേറ്റ് രാഷ്ട്രീയം നമ്മളിലേക്ക് കൊണ്ടുവരികയും നമ്മളെല്ലാം ആ രീതിയിൽ അതിന് മാത്രമാണ് അവർ വർഗീയത ഉപയോഗിക്കുന്നത്. അത് ആയുധ കച്ചവടത്തിന് തൊട്ട് അത് ഒരു ഡോളോ എന്ന സംഗതി വിൽക്കുന്ന ഒരു കച്ചവടം വരെയുള്ള കാര്യങ്ങളിൽ അതിനവർക്ക് മതവും ആവശ്യമാണ്, എല്ലാം ആവശ്യമാണ്. അപ്പോൾ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തി കീഴ്പ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുന്ന ഒരു വലിയ രാഷ്ട്രീയം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നൊരു അപകടകരമായ സംഗതിയിൽ മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് നമ്മൾ ആക്രോശിക്കുകയും അവർക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുമ്പോൾ ഈ മാധ്യമങ്ങൾ സെലക്റ്റീവ് ജേർണലിസത്തിൻ്റെ ആളുകളാവുകയും സെലക്റ്റീവ് പ്രോഡക്ട്സ് മാത്രം നമ്മുടെ മുന്നിൽ തരികയും കല്യാൺ സിൽക്സിൻ്റെ അകത്തുള്ള സ്ത്രീകൾ ചെയ്യുന്ന സമരങ്ങൾ ഒരിക്കലും പത്രങ്ങളിൽ വരാതിരിക്കുകയും കല്യാൺ സിൽക്കിൻ്റെ വൻ പരസ്യങ്ങൾ മാത്രം വരികയും ചെയ്യുന്ന കോർപ്പറേറ്റും തമ്മിൽ സമരസപ്പെടുന്ന ഒരു വിപണി രാഷ്ട്രീയം തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ആണ് നാളെ ഒരു പ്രോഡക്റ്റായിട്ട് നമ്മുടെ മുന്നിൽ ന്യൂസ് പ്രോഡക്റ്റായിട്ട് വരണം, ഏത് വിഷയമാണ് അവിടെ വളരെ എന്താ പറയുക സെൻസേഷനായി മാറേണ്ടത്, ഏത് ജഡ്ജ്മെൻ്റാണ് എടുത്ത് ചർച്ച ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മളുടെ എന്താ പറയുക ചിന്തകളെ പോലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് ഡിഗ് ചെയ്തെടുത്ത് കൃത്യമായി അത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരു വലിയ മറ്റൊരു സംഗതിയുടെ ഒരു സൂപ്പർ ബ്രെയിൻ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ സൂപ്പർ ബ്രെയിൻ എപ്പോഴും വിപണിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സൂപ്പർ ബ്രെയിൻ തന്നെയാണ്. അവിടെയാണ് നമ്മളുടെ എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളുടെ ഉപയോഗങ്ങളുടെ ഭാഗമായി ഈ വലകളിലേക്ക് വീണു പോകുന്നത്, ഡീപ്പ് സ്റ്റേറ്റിൻ്റെ വലകളിലേക്കും നമ്മൾ വീണു പോകുന്നത് എന്നൊരു കോഷൻ നമ്മൾ കൃത്യമായി ഉപയോഗിക്കണം. അല്ലാതെ മറ്റ് പല രീതിയിലുള്ള സെൽഫ് ഡിസിപ്ലിൻ അല്ല നമുക്ക് ആവശ്യം. അത് കേൾക്കുമ്പോൾ എനിക്ക് പ്രശ്നമുള്ളത് ഒരു മതവാക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നുള്ളത് ഒരു ഭയങ്കര അപകടകരമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ കൂടുതൽ ഡിസിപ്ലിൻഡ് ആവാതെ നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ബ്രെയിനിനെ, നിങ്ങളുടെ ബുദ്ധിയെ, നിങ്ങളുടെ ഇൻ്റലിജൻസിനെ വികസിപ്പിക്കുകയും ഈ കോഷൻഡ് ആവുകയും വിജിലൻ്റ് ആവുകയും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ള സംഗതി. എവിടെയെല്ലാമാണ്
നമ്മൾ പ്രതിരോധത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും ഒക്കെ മാർഗം സ്വീകരിക്കേണ്ടതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അത് കഴിക്കുന്ന ഭക്ഷണം തൊട്ട് പറയുന്ന ഭാഷയിലും ഉടുക്കുന്ന വസ്ത്രത്തിലും എല്ലാത്തിലും ഇന്ന് രാഷ്ട്രീയം കലർന്ന ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ അത്രമേൽ ജാഗരൂകരാകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് ഇതിൽ പറഞ്ഞു വയ്ക്കുന്നത്. ഞാനൊന്ന് കൂട്ടിച്ചേർത്ത് പറയാം. ആശ കുറേ എല്ലാവരെയൊക്കെ പറഞ്ഞു, എങ്കിലും ആ സുഹൃത്ത് പറഞ്ഞു സെൽഫ് ഡിസിപ്ലിൻഡ്. നമ്മൾ അറിയാതെ തന്നെ പല കാര്യത്തിൽ സെൽഫ് ഡിസിപ്ലിൻഡാണ്. നാച്ചുറലി സ്വാഭാവികമായിട്ടുള്ള ചില ഡിസിപ്ലിനിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വീട്ടിലൊരു ഡിസിപ്ലിൻ ഉണ്ട്, അതുപോലെ സ്കൂളിൽ കുട്ടികളെ കാര്യം പറഞ്ഞാൽ സ്കൂളിൽ ഡിസിപ്ലിൻഡാണ്, അത് കഴിഞ്ഞ് കോളേജിലെ ഡിസിപ്ലിൻഡാണ്. അങ്ങനെ പല മേഖലയിലും ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ഡിസിപ്ലിൻഡാണ്. അങ്ങനെ ഡിസിപ്ലിൻ എന്ന് പറയുന്ന സാധനം നമുക്ക് ജീവിതത്തിൽ അറിയാതെ വന്ന് ചേരുന്ന, സ്വാഭാവികമായിട്ട് നാച്ചുറലായിട്ട് വന്ന് ചേരുന്ന ഒരു കാര്യമാണ്. ആ ഡിസിപ്ലിൻ ഉള്ളതുകൊണ്ടാണ് പല കാര്യങ്ങളിലും നമ്മൾ അത് അവരുടെ കാര്യമില്ല, അല്ലെങ്കിൽ ഇത് എന്നെ ബാധിക്കുന്നില്ലല്ലോ, അപ്പം ഞാനിതിൽ പറയേണ്ട കാര്യമില്ലല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ എത്തുന്നത്. അതല്ലെങ്കിൽ അതെന്നെ എങ്ങാനും ബാധിച്ചാലോ. ഇപ്പം ആശ പറഞ്ഞു മറ്റേ ക്രൈം ബ്രാഞ്ചിൻ്റെ ലിസ്റ്റിൽ അല്ല മറ്റേ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ലിസ്റ്റിലൊക്കെ ഉള്ള ആൾക്കാരാണ്. ഞാനൊക്കെ ഉണ്ട്. എന്നെ അന്വേഷിച്ചു. നാലൻ താഹ വിഷയത്തിൽ ഒരഭിപ്രായം രേഖപ്പെടുത്തിയ സമയത്തായിരുന്നു എന്ന് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ അവർ പറഞ്ഞു ആ സമയം തെരഞ്ഞെടുപ്പ് കാലമാണ്, അപ്പോൾ ഞങ്ങൾ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്, അപ്പോൾ അതുപോലെ ഞങ്ങൾ വക്കീലിനെ അന്വേഷിച്ചതാണെന്ന്. ഞാൻ മനസ്സിലാക്കുന്നത് ആ സമയത്തുള്ള എൻ്റെ ഒരു അഭിപ്രായ രേഖപ്പെടുത്തലാണ് എന്നെ അന്വേഷിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. അതിൽ ഞാൻ ഡിസിപ്ലിൻ കാണിച്ചില്ല. എൻ്റെ അഭിപ്രായം ഞാൻ അവിടെ രേഖപ്പെടുത്തി. അപ്പോൾ വസ്ത്രത്തിൽ ഇടപെടുന്ന ഡിസിപ്ലിൻ ഉണ്ട് നമുക്ക്, അല്ലേ? നമ്മൾ വസ്ത്രം, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പലപ്പോഴും ആളുകൾ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞാൻ അത്രയും ഡിസിപ്ലിൻഡായിട്ട് വസ്ത്രം ധരിച്ചില്ലെങ്കിൽ എനിക്ക് എന്നെ പുറത്താക്കുമോ, സമൂഹത്തിൽ നിന്ന് എന്നെ പുറത്താക്കുമോ എന്നുള്ള പേടി. അതുപോലെ ഭക്ഷണത്തിൽ എന്താണ് നടന്നത്, ഭക്ഷണത്തിൽ ബീഫ് കഴിക്കരുത് എന്ന് പറയുന്ന തരത്തിൽ, അല്ലെങ്കിൽ അത്ര മാംസ ഭക്ഷണങ്ങൾ കഴിക്കരുത് എന്ന് ഒരു ജനതയോട് പറയാണ്, അല്ലെങ്കിൽ കഴിക്കുന്നവരെ കൊല്ലുകയാണ്. അപ്പോൾ നമ്മുടെ അഭിപ്രായം, നമ്മൾ ഡിസിപ്ലിൻഡായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും സംഭവിക്കുമോ, അല്ലെങ്കിൽ നമ്മളത് പറയാതിരുന്നാൽ, അത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിൽ പോലും ഇടപെടുന്ന തരത്തിൽ ഡിസിപ്ലിൻഡ് ആക്കുക, നമ്മളെ പിന്നെയും ഡിസിപ്ലിൻഡ് ആക്കുക. ഇപ്പം കഴിഞ്ഞ ദിവസം ഇപ്പം നമ്മുടെ അവിടെ ആശ പറയുകയും ചെയ്തു, പൂക്കോട് പറഞ്ഞിരുന്നു അല്ലേ, പൂക്കോട് ഒരു കുട്ടി റാഗിങ് ആണെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് എഴുതിയപ്പോൾ റാഗിങ്ങിനെ വളരെ നോർമലൈസ് ചെയ്ത ആൾക്കാർ പറയുക. റാഗിങ് അല്ല, അതിനങ്ങനെ റാഗിങ് ആകുമ്പോൾ നോർമലൈസ് ആയി പോകുന്നത്. എങ്ങനെ റാഗിങ് നോർമലൈസ് ആയി പോവുക? എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ അഭിപ്രായത്തിലല്ല, നിയമത്തിലോ അതാ റാഗിങ് വിരുദ്ധ നിയമം നമുക്കിവിടെ ഉണ്ട് അല്ലേ, ആന്റി റാഗിങ് സെല്ലുണ്ട്. റാഗിങ് വിരുദ്ധ ഞാൻ ഓർക്കും, ഞാൻ LLB ലാസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് സർക്കാർ, ഞാനും ആശയും കോഴിക്കോട് ലോ കോളേജിൽ ലാസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് സർക്കാർ അത് നിയമവിരുദ്ധമാക്കുന്നത്. ക്രിമിനലിസമാണ്. നമുക്ക് എൻ്റെ അടുത്ത് ഒരാൾ എൻ്റെ പേര് ചോദിക്കുമ്പോൾ പോലും എനിക്കത് രേഖപ്പെടുത്താൻ താല്പര്യമില്ലെങ്കിൽ താല്പര്യമില്ലായ്മയാണ്. അതെൻ്റെ അഭിപ്രായമാണ്. എനിക്ക് നിങ്ങളോട് പേര് പറയാൻ താല്പര്യമില്ല. അതെൻ്റെ ടെറിട്ടറിയിലേക്കുള്ള ഒരു ആക്രമണമാണ്, അതിക്രമിക്കലാണ്. എൻ്റെ ടെറിട്ടറി എന്ന് പറഞ്ഞ സാധനമുണ്ട് ഇല്ലേ, നമ്മുടെ ചുറ്റുമല്ല നമുക്കൊരു ടെറിട്ടറി ഉണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഡാൻസ് കളിക്കും പാട്ട് പാടുമോ എന്ന് പറയുന്നതൊക്കെ അതിനെങ്ങനെ നോർമലൈസ് ചെയ്യാൻ പറ്റണേ? അപ്പം അവിടെ ആ കുട്ടി ഒരു അഭിപ്രായം എന്തോ പറഞ്ഞു പോയി, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ അടുത്ത് ഇഷ്ടം പറഞ്ഞു പോയി. ആ ഇഷ്ടം പറഞ്ഞു പോവുക എന്നുള്ളത് ആ കുട്ടിയുടെ അടുത്ത് ഇഷ്ടം എന്നുള്ളത് ആ കുട്ടിയുടെ അഭിപ്രായമാണ്, ആ കുട്ടിയുടെ ഇഷ്ടമാണത്. അത് രേഖപ്പെടുത്തി പോകണം. അതിൽ ഇങ്ങനെയാണോ ഇടപെടുക? അപ്പോൾ അവിടെ ഡിസിപ്ലിൻഡ് ആയി കഴിഞ്ഞാൽ ആ കുട്ടി ഡിസിപ്ലിൻഡ് ആയില്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അടികിട്ടി മരിച്ചുപോയല്ല, കൊല്ലപ്പെട്ടു. മരിച്ചു എന്ന് പറയാൻ പറ്റില്ല, കൊല്ലപ്പെട്ടു. ഈ കൊല്ലപ്പെട്ട കുട്ടിക്ക് വേണ്ടി ഇവിടെ ആളുകൾ സംസാരിക്കണ്ടേ? അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം എന്തോ വളരെ ഡിസിപ്ലിൻഡായിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ കൊല്ലപ്പെട്ട കുട്ടിക്ക് വേണ്ടി ആര് സംസാരിക്കും? അങ്ങനെ ഉള്ള പല ജനതകളും മനുഷ്യർ ജീവിക്കുന്ന ഒറ്റപ്പെട്ട മനുഷ്യരുണ്ട്, ജനങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അവിടെ സംസാരിക്കണം. അവിടെ നമ്മൾ ഡിസിപ്ലിൻഡ് ആയിക്കഴിഞ്ഞാൽ ഈ
പറയുന്ന കാര്യങ്ങൾ നമ്മളിൽ, അതായത് നിങ്ങൾ അഭിപ്രായം എപ്പോഴാണ് രേഖപ്പെടുത്തുക. ഞാനത് ഒരു സ്റ്റേജിൽ ഞാനത് പറയുകയും ചെയ്തു. അവരാദ്യം കമ്മ്യൂണിസ്റ്റ് ജൂതനെ തേടി വന്നു, അപ്പോൾ ഞാൻ ജൂതനായിരുന്നില്ല. പിന്നീട് അവർ ക്രിസ്ത്യാനിയെ തേടി വന്നു, അപ്പോൾ ഞാൻ ക്രിസ്ത്യാനി ആയിരുന്നില്ല. പിന്നീട് അവർ കമ്മ്യൂണിസ്റ്റുകാരനെ തേടി വന്നു, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നില്ല. ഇപ്പം ലാസ്റ്റ് അപ്പോഴും ഞാൻ മിണ്ടാതിരിക്കട്ടെ, ലാസ്റ്റ് അവർ എന്നെ തേടി വന്നു. അപ്പോൾ എന്താ ചെയ്യുക നമ്മൾ? ഞാനല്ല എന്ന് പറയാൻ പറ്റുമോ? തലവെച്ച് കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പം അതിനു മുന്നേ നമ്മൾ പറയേണ്ട സമയത്ത് കൃത്യമായിട്ട് അഭിപ്രായവും നമ്മുടെ എക്സ്പ്രഷനും രേഖപ്പെടുത്തി പോയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അടുത്ത് വരുമ്പോൾ മാത്രം നമ്മൾ ഒറ്റപ്പെടും, നമുക്ക് ആരും ഉണ്ടാവില്ല. ഞാനല്ല എന്ന് പറഞ്ഞിട്ട് ഓടി പോവാൻ പറ്റില്ല. ഞാനാണ് എൻ്റെ തല വെട്ടിക്കോ എന്ന് പറയാനേ പറ്റുള്ളൂ.